ദേവി നാമധേയത്തിൽ സ്വാഗതമരുളുകയാണ്. എല്ലാ വഴിപാടുകൾക്കും വഴിപാട് കൗണ്ടറിൽ രസീത് എടുക്കണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. പുഴുക്ക് വഴിപാടിന് വന്നിട്ടുള്ള ഭക്തജനങ്ങൾ ഈ വഴിപാടിന് രസീത് എടുക്കണം. വഴിപാട് പൂർണ്ണമായി കഴിഞ്ഞാൽ അടുപ്പിലെ തീ വെള്ളമൊഴിച്ച് അണയ്ക്കണമെന്നും അറിയിച്ചുകൊള്ളുകയാണ്. സ്വർണ്ണമല്ലി പ്രതിമകൾ ദേവിക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാട് കൗണ്ടറിന് പടിഞ്ഞാറ് ഭാഗത്തായി ദേവസ്വത്തിന്റെ അംഗീകാരമുള്ള പുഴിക്കൽ ജുവലേഴ്സിന്റെ സ്റ്റാളിൽ നിന്ന് സ്വർണ്ണമല്ലി പ്രതിമകൾ വാങ്ങി ക്ഷേത്രനടയിൽ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ചിക്കരക്കുട്ടികളുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കൂ. കാളികാർത്ത മഹോത്സവത്തോടനുബന്ധിച്ച് അമ്മയുടെ ആഭരണങ്ങൾ അണിയിച്ചൊരുക്കുന്ന ചടങ്ങ് വലിയ നടപ്പത്തിൽ നടക്കുകയാണ്. വളരെ ദർശന പ്രാധാന്യമുള്ള ഈ ചടങ്ങ് ദർശിക്കുവാൻ എല്ലാ ചിക്കരക്കുട്ടികളും മറ്റു ഭക്തജനങ്ങളും വലിയ നടപ്പത്തിൽ എത്തിച്ചേരുവാൻ ദേവി നാമധേയത്തിൽ അറിയിക്കുകയാണ്. കിഴക്കുവശം നിൽക്കുന്ന ഭക്തജനങ്ങൾ സൗകര്യപ്രദമായി ഇരുന്ന് കൊടുത്താൽ മറ്റു ഭക്തജനങ്ങൾക്കും ഈ ചടങ്ങുകൾ വീക്ഷിക്കാം. ഈ ചടങ്ങ് നടക്കുന്നതിന്റെ കിഴക്കുവശത്തായി നിൽക്കുന്ന ഭക്തജനങ്ങൾ ദേവിയെ ഇരുന്ന് സഹായിക്കണമെന്ന് ദേവി നാമധേയത്തിൽ അറിയിക്കുകയാണ്. കടിച്ചൂടങ്ങര അമ്മയുടെ തിരുവാഭരണങ്ങൾ വിരിക്കി ഒരുക്കുന്ന ചടങ്ങ് പരിപൂർണതയിലേക്ക് കടക്കുകയാണ്. ക്ഷേത്ര അവകാശികളായ സ്വർണ്ണപ്പണിക്കാർ മംഗലക്കാട് ദേവിയും അശോകനും ചേർന്ന് കുറിച്ചിക്ക മഞ്ഞൾപ്പൊടി തുടങ്ങിയ മിശ്രിതങ്ങൾ ചേർന്ന ജലത്തിൽ അമ്മയുടെ തിരുവാഭരണങ്ങൾ മെരുക്കി ഒരുക്കിയെടുത്ത് തിരികെ ക്ഷേത്ര മേൽശാന്തികളെ തിരികെ മേൽശാന്തിയെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ക്ഷേത്ര സംഗീതത്തിൽ നടന്നു വരുന്നത്. വലിയ നടപ്പത്തിൽ നടന്നു വരുന്നത് അമ്മയുടെ പള്ളിവാളും മെരുക്കി ഒരുക്കുന്ന ചടങ്ങ് ക്ഷേത്രാവകാശികളായ കൊല്ലന്മാർ നിർവഹിക്കുന്നു. അഭിജാക്ഷനും മണിക്കുട്ടനുമൊക്കെ ചേർന്നാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. വാളണ്ടിയർ ക്യാപ്റ്റൻ ശ്രീ വിനീത് ദാസൻ കൊച്ചുവള്ളിയുടെ നേതൃത്വത്തിലുള്ള വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ സ്നേഹബുദ്ധിയായവരും അനുസരിക്കണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. വാളണ്ടിയർ ക്യാപ്റ്റൻ ശ്രീ വിനീത് ദാസൻ കൊച്ചുവള്ളിയുടെ നേതൃത്വത്തിലുള്ള വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ സ്നേഹബുദ്ധിയായവരും അനുസരിക്കണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. താലിചാർത്ത് മഹോത്സവത്തോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സുകൾ എന്നിവ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. തിരക്ക് കൂടുന്ന മേഖലകളിലൊക്കെ വെച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സുകളൊക്കെ നഷ്ടപ്പെടുന്നത്. തിരക്ക് കൂടുന്ന മേഖലകളിൽ അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ കഴുത്തിലും കാതിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ കൂടെ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കണമെന്നും അറിയിച്ചുകൊള്ളുകയാണ്. ചടങ്ങുകൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ തിരുവാഭരണങ്ങൾ മെനുക്കി ഒരുക്കി എടുത്ത് തിരികെ ക്ഷേത്ര മേൽശാന്തികളെ എത്തിച്ച് മറ്റു രാശിവെക്കുന്ന ചടങ്ങുകളൊക്കെ വലിയ നടപ്പന്തലിൽ നടന്നു വരുന്നു. തുടർന്ന് 10 അവകാശികൾക്കും അവകാശം നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ടാകും. 10 മുതൽ മറ്റ് അവകാശികൾക്കും അവകാശം നൽകുന്ന ഒരു ചടങ്ങ്. ഇങ്ങനെ ഒട്ടനവധി വിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പൂർണമാണ് കടിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. ഇന്ന് നാലിചാർത്ത് മഹോത്സവം അമ്മയെ ദർശിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും കടിച്ചുകുളങ്ങര അമ്മയുടെ അനുഗ്രഹാശീർവാദങ്ങൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുകയാണ്. ഭക്തജനങ്ങളുടെയും മുറികളിൽ താമസിക്കുന്ന ചിക്കരക്കുട്ടികളുടെ മാതാപിതാക്കളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അനാഥ മന്ദിരത്തിന്റെ പേരിലും രോഗത്തിന്റെ പേരിലും മറ്റ് അനാവശ്യ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളിലും മുറികളിലും അപരിചിതർ അനാവശ്യമായി പണപ്പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഉടനെ പോലീസുമായോ ദേവസ്വമായോ ബന്ധപ്പെടുക.
ഭക്തജനങ്ങളുടെയും മുറികളിൽ താമസിക്കുന്ന ചിക്കര കുട്ടികളുടെ മാതാപിതാക്കളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അനാഥ മന്ദിരത്തിന്റെ പേരിലും രോഗത്തിന്റെ പേരിലും മറ്റ് അനാവശ്യ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളിലും മുറികളിലും ചെന്ന് അപരിചിതർ അനാവശ്യമായി പണപ്പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഉടനെ പോലീസുമായോ ദേവസ്വവുമായോ ബന്ധപ്പെടുക. ഹലോ ദേവി ശരണം, 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 ദേവി ശരണം. ഓർക്കാൻ ശരണം വിളിച്ചോളല്ലേ. രാശി ഏതായിരുന്നു? രാശി ഒരാൾ ചോദിക്കോ? ശരണം